സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ട്രോളിനെ കുറിച്ചാണ്. ബോയ്ക്കോട്ട് മമ്മൂട്ടി എന്ന ഹാഷ്ടാഗിനൊപ്പം ഒരു ഫോട്ടോയും ചെറിയ കുറിപ്പും. മമ്മൂട്ടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ സന്ദർശിച്ച ഫോട്ടോയാണ്. അതിന് മമ്മൂട്ടിയെ എന്തിനാണ് ബോയ്ക്കോട്ട് ചെയ്യുന്നത്? ഫോട്ടോയിൽ മമ്മൂട്ടിക്കൊപ്പം ഭാര്യ സുൽഫത്ത്, ജോൺ ബ്രിട്ടാസ് എം.പി., നിർമ്മാതാവ് ആൻഡോ ജോസഫ്, മമ്മൂട്ടിയുടെ സന്തത സഹചാരി ജോർജ് എന്നിവരുമുണ്ട്. രമേശ് പിഷാരടി എവിടെയാണെന്നാണ് സോഷ്യൽ മീഡിയ ജീവികളുടെ ചോദ്യം. രമേശ് പിഷാരടി ഇല്ലാത്ത മമ്മൂട്ടി ചിത്രം ബഹിഷ്കരിക്കുന്നുവെന്നാണ് ട്രോള്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മമ്മൂട്ടിക്കൊപ്പം രമേശ് പിഷാരടിയും ഉണ്ടാകാറുണ്ട്. ധർമ്മജനും വർഷങ്ങളായി നടന്നിട്ടും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മമ്മൂക്കയ്ക്കൊപ്പം നടക്കുന്നതാണ് പ്രശ്നമെന്നൊക്കെ കാര്യമായും തമാശയുമായും പിഷാരടിയും പറഞ്ഞിട്ടുമുണ്ട്. വലിഞ്ഞു കയറി പോകുന്നതാണ് എന്നൊരു പറച്ചിലും ഉണ്ടെന്ന ധ്യാൻ ശ്രീനിവാസന്റെ കുത്തും കൂടെ വന്നു. വളരെ രസകരമായാണ് പിഷാരടി മമ്മൂട്ടിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്നത്. പിഷാരടിയുടെ വാക്കുകൾ: ഒരാളോട് നന്നായി പെരുമാറിയാൽ സംശയത്തോടെ നോക്കുന്ന പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിന്. നമ്മൾ കാണുന്ന പല സൗഹൃദങ്ങളിലും ഇതിലെന്താ ലാഭമെന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവും. അവന് സിനിമയിൽ വേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ വേണമെങ്കിൽ കിട്ടുന്നുണ്ടാകും. ഞങ്ങളുടെ പ്രൊഫൈൽ തമ്മിൽ മാച്ച് ആകാത്തത് കൊണ്ടായിരിക്കും ഇതിനെ പലരും സംശയത്തോടെ നോക്കിക്കാണുന്നത്. എനിക്ക് പോലും അറിയില്ലല്ലോ മമ്മൂക്കയുമായി ഇത്ര അടുത്ത സൗഹൃദം ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോ തന്നെ 8 കൊല്ലമായി മമ്മൂക്കയ്ക്കൊപ്പമുണ്ട്. ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ നമുക്കറിയില്ല. ശരിക്കും ഇക്കാര്യത്തിലൊരു ചോദ്യത്തിന്റെ പ്രസക്തിയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രത്തിലുമില്ല. ഞാൻ സംവിധാനം ചെയ്ത 2 സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഗന്ധർവൻ ചെയ്യുമ്പോൾ മമ്മൂക്കയോട് ഞാനതിലൊരു വേഷത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി വേറൊരാളെ നോക്കുന്നതിന് പകരം നിനക്ക് തന്നെ ചെയ്തൂടെ എന്ന് മമ്മൂക്ക ചോദിച്ചിട്ട് പോലും ഞാനത് ചെയ്തിട്ടില്ല. ധർമ്മജനും ഞാനും 20 വർഷം കൂടെയുണ്ടായിട്ട് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, നിങ്ങളെന്താ എപ്പോഴും ഒരുമിച്ചാണോ എന്ന്. നമ്മുടെ ഓർമ്മകൾ തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. ജനിച്ച് 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓർമ്മകൾ തുടങ്ങുന്നത്. ഓർമ്മകൾ ആരംഭിക്കുന്ന സമയത്ത് മമ്മൂക്കയൊക്കെ പർവ്വതം പോലെ മലയാള സിനിമയിൽ നിൽക്കുകയാണ്. വടക്കൻ വീരഗാഥയൊക്കെ ഇറങ്ങുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ ഇതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഓർമ്മകൾ തുടങ്ങുന്നിടത്ത് കണ്ട ഒരു വലിയ ആളിന്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ അവസരം കിട്ടുകയാണ്. നമ്മൾ കണ്ടതും കേട്ടതുമായ സിനിമകളെക്കുറിച്ചൊക്കെ പത്രത്തിലൂടെ വായിച്ചു കിട്ടിയ അറിവിനേക്കാൾ കൂടുതൽ മമ്മൂക്കയിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് എനിക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യവും അങ്ങനെ കേൾക്കുന്നത് വലിയ ഇഷ്ടവുമാണ്. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുന്നു. ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമുക്കൊന്നും പണ്ടൊക്കെ ഒരു ലൊക്കേഷനിലേക്ക് അടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുത്തെ കഥകളും മറ്റും കേൾക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിന്റെ പുറത്ത് പോകുന്നത് തന്നെയാണ്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ആളുകൾ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് കൊണ്ടാണ്. അതൊന്ന് കാണണം. അതിനാണ് എല്ലാവരും അവിടേക്ക് പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട് ഒരുപാട് പേർ പറഞ്ഞു കേട്ട വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മമ്മൂട്ടി. അങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് എൻട്രി ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിഷാരടി പറയുന്നു.